കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് കണ്ണിനെ കുറിച്ചാണ്. കണ്ണും കണ്ണിൻ്റെ ലോകവും. നമ്മളെപ്പോഴും പഴമക്കാർ പറയുന്നൊരു വാക്കുണ്ട്, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന്. ശരിയല്ലേ? മനുഷ്യ ശരീരത്തിലെ അതിസങ്കീർണവും എന്നാൽ അതിമനോഹരവുമായ ഒരു അവയവമാണ് കണ്ണ്. പക്ഷേ നമ്മളെപ്പോഴും ഈ സാധനം വളരെ വെറുതെ കിട്ടിയ പോലെ നമ്മൾ അതിനത്ര ഗൗരവമൊന്നും പലപ്പോഴും കൊടുക്കാറില്ല. ഒരു കണ്ണിലൂടെ ഈ മനോഹരമായ ലോകത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. മനോഹരമായ പലതിനെയും നമ്മൾ അതിലൂടെയാണ് ആസ്വദിക്കുന്നത്. പ്രണയമായാലും സങ്കടമായാലും സന്തോഷമായാലും അതെല്ലാം പ്രതിഫലിക്കുന്നത് കണ്ണിലൂടെയാണ്. മനുഷ്യൻ്റെ സൗന്ദര്യത്തിൽ തന്നെ വലിയ പ്രാധാന്യം ഉള്ള ഒരവയവം. ഈ അവയവത്തിൻ്റെ പണികൾ എന്തൊക്കെയാണ്? ഇത് ഏതൊക്കെ രീതിയിൽ തകരാറാകാൻ സാധ്യതയുണ്ട്? എത്രമാത്രം ഗൗരവം നമ്മൾ ഈ വിഷയത്തിൽ പൊതുസമൂഹം അല്ലെങ്കിൽ സാധാരണക്കാർ കൊടുക്കാറുണ്ട്? കണ്ണൊന്ന് ചുമന്നാൽ, കണ്ണൊന്ന് തുടുത്താൽ, കണ്ണിൻ്റെ പീളകളൊന്ന് പിടച്ചാൽ, നമ്മുടെ കണ്ണിൻ്റെ പുരികം ഒന്ന് അനങ്ങിയാൽ ഇതിനൊക്കെ വലിയ ലക്ഷണങ്ങളും ലക്ഷണ ശാസ്ത്രവുമുണ്ട്. ഇപ്പം നമ്മൾ കേൾക്കാറുണ്ട്, സ്ത്രീകളുടെ വലത് കണ്ണ് കടിച്ചാൽ അല്ലെങ്കിൽ പിടച്ചാൽ അത് ഒരു ദുശകുനമാണെന്ന് പറയുന്നത് കേട്ടിട്ട്. അതേസമയം ഇടത് കണ്ണ് കടിച്ചാലോ അതിനൊത്തിരി നല്ല അർത്ഥങ്ങളും പറയുന്നുണ്ട്. അങ്ങനെ കഥകളേറെയുള്ള ഭംഗിയുള്ള ഒത്തിരി കഥകളുള്ള ഒരു അവയവമാണ് കണ്ണ്. അപ്പം കണ്ണിൻ്റെ ലോകത്തുകൂടി നമുക്കൊന്ന് സഞ്ചരിക്കാം. ഇന്നത്തെ ഈ ചർച്ചയിലൂടെ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത് കണ്ണിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ വിദഗ്ധരായ ഡോക്ടർമാരാണ്. അതിന് കണ്ണൂരിന് ഏറ്റവും സുപരിചിതനാണ് ഡോക്ടർ ശ്രീനി എടക്ലോൺ, അതുപോലെ ഡോക്ടർ പ്രീത് വി ചന്ദ്രകാന്ത് അല്ലേ? യെസ്. അടുത്ത് ഡോക്ടർ നിർമ്മൽ AJ അല്ലേ? പ്രേക്ഷകർക്കും അപ്പം നിങ്ങൾ 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ നേർരേഖ, നമുക്ക് ഈ കണ്ണിനെക്കുറിച്ച് സാധാരണക്കാരങ്ങനെ എപ്പോഴും ഗൗരവമായിട്ട് ചിന്തിക്കില്ല. എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോഴേ അതിനകത്തേക്ക് ആളുകൾ ആലോചിക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ണുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു വാക്ക് തിമിരമാണ്. അപ്പോൾ തിമിരത്തിൽ നിന്ന് തുടങ്ങാം. ഡോക്ടർ ശ്രീനി, എന്താണ് യഥാർത്ഥത്തിൽ ഈ തിമിരം? നവാസ് പറഞ്ഞ മാതിരി വളരെ സിമ്പിളായിട്ട് തോന്നാമെങ്കിലും കുറേ പാർട്സ് പ്രവർത്തിച്ചു കൊണ്ടാണ് നമുക്ക് നമ്മുടെ കാഴ്ച ലഭിക്കുന്നത്. ആ പാർട്സുകൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റും? നമുക്ക് പൊതുസമൂഹത്തിന് കാണുമ്പോൾ കണ്ണ് ഒരു സാധനം മാത്രം, ഒറ്റയൊരു അവയവം. ഇപ്പം നമ്മൾ പല്ലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പല്ലിന് 9 സ്പെഷ്യലൈസേഷൻ. കണ്ണിന് എത്ര സ്പെഷ്യലൈസേഷൻ ഉണ്ട്? എത്ര പാർട്ട് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ? ഞാൻ പാർട്ട് വെച്ചിട്ട് ഇത് പറയാം. നമ്മളിപ്പം ഒരാളുടെ കണ്ണിൽ നോക്കുകയാണെങ്കിൽ ഒരു കറുപ്പല്ലേ, കരിമണി എന്നെല്ലാം പറയുന്നത്, അത് ആക്ച്വലി കറുപ്പല്ല. അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു കോണിയ നേത്രപടലം എന്ന് പറയുന്നതാണ്. അതിൻ്റെ ബാക്കിൽ ഒരു കേർട്ടൺ മാതിരി, ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ, ആ കേർട്ടൻ്റെ കളർ അനുസരിച്ചിരിക്കും ഒരാളുടേത് കണ്ണ് കറുപ്പോ ബ്ലൂ ആയി കാണുന്നുണ്ട്, അങ്ങനെയെല്ലാം കാണുന്നുണ്ടല്ലോ. ആ കേർട്ടൻ്റെ നമ്മുടെ നാട്ടിൽ മിക്കവാറെല്ലാം ഡാർക്ക് ബ്രൗൺ ആണ്. ഇപ്പം വെസ്റ്റിലെല്ലാം പോകുന്ന സൈപ്പർമാർക്കെല്ലാം ഈ പൂച്ചക്കണ്ണ് എന്നെല്ലാം പറയുന്നതിന്റെ ഒരു ഇത്, അത് ഈ ബാക്കിലത്തെ ആ കേർട്ടന്റെ കളർ വ്യത്യാസം മാത്രം. കളർ എങ്ങനെ വ്യത്യാസം വരുന്നത്? ശരിക്കും അത് ഓരോരുത്തരും ജനറ്റിക് ഇതനുസരിച്ചിട്ടാണ്. അപ്പൊ ആ കേർട്ടന്റെ നടുവിലൊരു ഹോൾ ഉണ്ട്, അതാണ് പ്യൂപ്പിള്, കൃഷ്ണമണി ആക്ച്വൽ ഇത്. അപ്പോൾ ലൈറ്റ് ഈ നേത്രപടലം വഴി ഉള്ളിലേക്ക് കയറി ഈ പ്യൂപ്പിള് വഴി ആണ് ആക്ച്വലി കണ്ണിന്റെ ഉള്ളിലേക്ക് കയറുന്നത്. പക്ഷെ ഇതിന്റെ ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗമുണ്ട്, റെറ്റിന എന്ന് പറയുന്നത്. ഇപ്പൊ ആൾക്കാർക്ക് അറിയുമെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ക്യാമറ ഉണ്ടല്ലോ, പണ്ടത്തെ ക്യാമറയിൽ ഒരു ഫിലിം ഉണ്ടായിരുന്നു. അപ്പം ഫോട്ടോ എടുത്തിട്ട് ആ ഫിലിം ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഫോട്ടോ കിട്ടുന്നത്. അതേമാതിരി ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗം ഉണ്ട്. അതിപ്പം ഡിജിറ്റൽ ക്യാമറയിൽ അതിനായിട്ടുള്ള ലൈറ്റ് സെൻസിറ്റിവിറ്റി, ആ ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗമാണ് റെറ്റിന എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് പ്രവർത്തിച്ചാല് ഫ്രണ്ടിലെ എന്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കിത്. ഡോക്ടർ പൃഥ്വി ചന്ദ്രകാന്ത് ആ റെറ്റിനയുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. എത്ര സ്പെഷ്യലൈസേഷൻ അതാണ്. ഇപ്പോ ഇതിലേക്ക് എത്തിയല്ലോ, റെറ്റിന എത്തി. റെറ്റിനയിൽ സെൻസ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, അത് പ്രോസസ് ചെയ്യണം. പണ്ട് ഈ സ്റ്റുഡിയോയിൽ പോയിട്ട് പ്രോസസ് ചെയ്യുന്നത് മാതിരി ഇത് ബ്രെയിനില് ഓക്സിപിറ്റൽ കോർട്ടക്സ് ഉണ്ട്, ഇതിന്റെ ബാക്ക് ഭാഗത്തുള്ളത്, അവിടെ എത്തിയിട്ട് വേണം ഇത് പ്രോസസ് ചെയ്തിട്ട് നമ്മൾ കാണാൻ വേണ്ടി. അപ്പൊ അങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുന്ന നെർവാണ് ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാമായി. അപ്പൊ കോണിയ ഒരു സ്പെഷ്യാലിറ്റി. ഈ കേർട്ടൻ എന്ന് പറയുന്ന ഐറിസും അതിന്റെ ബാക്കിലത്തെ ഭാഗവും സ്പെഷ്യാലിറ്റി. അതിൽ നീര് വരുന്നത് യുവിയ സ്പെഷ്യാലിറ്റി വന്നു. പിന്നെ ഉള്ളത്
റെട്ടിന ഒരു 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 Yes. സ്പെഷ്യാലിറ്റി ആയി. കൊറോയിഡ് അങ്ങനെ ഒരു അത് യുവിയും കൊറോയിഡും അതാണ് Yes. യുവിഐറ്റിസ് എന്ന് പറയുന്നത്. യുവി ആൻഡ് കൊറോയിഡ് അതൊരു കണ്ടിന്യൂം ആണ്. ഫ്രണ്ടിൽ കാണുന്നതിന്റെ ഇത് ബാക്കിലേക്ക് പോകുന്നതുണ്ട്. പിന്നെ ഈ നെർവിന്റെ ബാധിച്ചിട്ടുള്ളത് റെട്ടിന സ്പെഷ്യാലിറ്റി കഴിഞ്ഞു. മറ്റേതൊരു ന്യൂറോ ഓഫ്താൽമോളജി എന്നുള്ള രീതിയിൽ വരും. ഡോക്ടർ നിർമ്മല് പീഡിയാട്രിക് ഓഫ്തമോളജി ആൻഡ് സ്ക്വിന്റ് ഇതാണ്. അപ്പൊ കണ്ണിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ച് ഇപ്പൊ എല്ലാവരുടെയും കണ്ണ് നോക്കുമ്പോൾ സ്ട്രെയിറ്റ് ആണല്ലോ, ചിലരുടെ ഇതിൽ കോങ്കണ്ണ് കാണുമല്ലോ, അതാണ് സ്ക്വിന്റ്. അതിന്റെ സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് സ്ട്രബിസ്മോളജി സ്ക്വിന്റിന്റെ സ്പെഷ്യാലിറ്റി വന്നു. പിന്നെ കണ്ണിന്റെ ഉള്ളില് അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു രോഗമാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഗ്ലോക്കോമ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഒരു ബലൂണ് വീർത്തിരിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു പ്രഷർ വേണമല്ലോ, മർദ്ദം വേണമല്ലോ. അതേമാതിരി തന്നെ കണ്ണ് ഇത് ഒരു ബോൾ മാതിരിയാണ്, ഈ ബോളാണ്. അപ്പോൾ അതിന് ഇങ്ങനെ ഇരിക്കുന്നത് അതിൻ്റെ ഉള്ളിലൊരു പ്രഷർ വേണം. നോർമലി 11 to 21 ആണ് അതിൻ്റെ പ്രഷർ ഉള്ളത്. ആ പ്രഷർ കൂടുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഞാൻ ഈ നെർവ് എന്ന് പറഞ്ഞല്ലോ, അതിൽ പ്രഷർ വന്നിട്ട് അതിൽ നഷ്ടം പതുക്കെ പതുക്കെ നെർവ്സ്, ഇതിപ്പം റെട്ടിനയിലെ നെർവ് ഫൈബ്രിൽസ് ജോയിൻ ചെയ്തിട്ടാണ് ഈ ഓപ്റ്റിക് നെർവ് ഉണ്ടാവുന്നത്. ഇപ്പൊ ഒരു വയറിന് കുറെ നാരുകൾ ചേർന്നിട്ടൊരു വയർ പെടഞ്ഞുണ്ടാവുന്നത് മാതിരി. അപ്പോൾ ആ പ്രഷർ വരുമ്പം ഈ നെർവ് ഫൈബ്രിൽസ് പതുക്കെ നഷ്ടപ്പെട്ട് അങ്ങനെ പോകുന്ന കാഴ്ചക്കുറവ്. അതാണോ തിമിരത്തിലേക്ക്? അല്ല, തിമിരത്തിലേക്ക് എത്താം. അങ്ങനെ പോകുന്ന കാഴ്ചക്കുറവ് നമുക്ക് തിരിച്ച് കിട്ടാൻ പറ്റില്ല. തിമിരത്തിന്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആവുകയാണെങ്കിലും അത് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് തിരിച്ചു കിട്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇത് കഴിഞ്ഞ് ഈ പ്യൂപ്പിള് വഴി ഒരു ലെൻസാണ് ഈ ലൈറ്റിനെ മുഴുവൻ റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. ലൈറ്റ് കോണിയെന്ന് കയറി ഈ പ്യൂപ്പിള് വഴി ലെൻസ് റെറ്റിനയുടെ മുകളിൽ ഫോക്കസ് ചെയ്യും. അത് സെൻസ് ചെയ്തിട്ട് അത് ഈ കേബിള് ഓപ്റ്റിക് നെർവ് വഴി ബ്രെയിനിലേക്ക് പോകുന്നു. ഇതിലുള്ള ഈ ലെൻസിന്റെ തെളിമ പോകുന്ന ഒരവസ്ഥയാണ് ഈ തിമിരം എന്ന് പറയുന്നത്. നമുക്ക് തിമിരത്തിലേക്ക് കൂടുതൽ കടന്നു വരാം. നമുക്കിപ്പോ ഡോക്ടർ പൃഥ്വിയോട്, നമ്മൾ ഈ മലയാളികൾ നമ്മൾ പൊതുവെ ഈ നമ്മുടെ ഒരു ഭക്ഷണ സംസ്കാരം കൊണ്ട് തന്നെ നമ്മൾ പ്രമേഹ രോഗം കുട്ടികൾക്ക് വരെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഈ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്നതാണ്. ഈ പ്രമേഹവും ഈ കണ്ണും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നു, അതെങ്ങനെ കണ്ണിനെ ബാധിക്കുന്നു? ആദ്യം അത് പറയുന്ന മുമ്പ് ഒരു ബേസിക്സ്. ഇപ്പൊ സാറ് പറഞ്ഞു റെറ്റിന എന്ന് പറഞ്ഞു. റെറ്റിന എന്ന് പറയുമ്പോഴേ ഒരു ബ്രെയിനിന്റെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ പോലെയാണെന്ന് വിചാരിച്ചോ. ബ്രെയിനിന്റെ ഒരു എക്സ്റ്റൻഷൻ പോലെയാണ് റെറ്റിന വരുന്നത് കണ്ണിന്റെ ഉള്ളിൽ. അപ്പൊ ഈ കണ്ണിന്റെ ഉള്ളിൽ റെറ്റിനെ എന്താ പറയാ ബ്ലഡ് സപ്ലൈ വരും. അതാണ് ഈ ബ്ലഡ് വെസൽസ്. ആകെ ബോഡിയിൽ മൊത്തത്തിൽ കണ്ട് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം റെറ്റിന മാത്രമേ ഉള്ളൂ, ഈ ബ്ലഡ് വെസൽസ്. അറിയാം, വേറെ ഒരു സ്ഥലത്ത് ഇപ്പൊ ഇവിടെ കാണുന്നുണ്ട്, പക്ഷെ ഇത് സ്കിന്നു കൂടെയാ കാണുന്നത്. ഇത് സ്കിന്നു കൂടെ കാണാം, സ്കിന്നിന്റെ ഉള്ളിലാണ്. കവറിംഗ് ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് വെസൽ കാണുന്ന ഒറ്റൊരു സ്ഥലമുള്ളൂ മൊത്തം ബോഡിയിൽ, അത് റെറ്റിന. ഓക്കെ, ഈ പറയുന്ന ഡയബറ്റിസ് മെലൈറ്റിസ്, ഡയബറ്റിസ് പറയുന്ന ഒരു സാധനം ഈ വെസലിനെ ബാധിക്കുന്ന ഒരു സംഭവം. അപ്പൊ എങ്ങനെ ബാധിക്കുക? ആ വെസൽസിൽ ചെറിയ ലീക്കേജ് വന്നു ബ്ലീഡിങ്ങും നീരും ഒക്കെ ആയിട്ടാ വരിക. അപ്പൊ ആകെ പ്രമേഹ രോഗി ആണെങ്കിൽ, പ്രമേഹ രോഗി ആണെങ്കിൽ ആകെ ഈ ഡയബറ്റീസ് കാരണമുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒറ്റൊരു ഭാഗം നെർവ് മാത്രമേ ഉള്ളൂ. ഈ നെർവിലൂടെയുള്ള ആ ഒരു നീക്കങ്ങളും അതിനുണ്ടാകുന്ന ക്ഷതവുമാണ് ഇത് കണ്ടെത്താനുള്ള ഒരു സാധ്യത. അപ്പൊ ഇതിനാണ് നമ്മൾ പറയുന്നത് ഡയബറ്റിക് റെറ്റിനോപ്പത്തി. അപ്പോ നെരമ്പില് ഷുഗറിന്റെ എത്ര ബാധിച്ചിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഡയബറ്റിക് റെറ്റിനോപ്പത്തി സ്ക്രീനിങ്. അപ്പോൾ ഇതിൽ ഒരു 4-5 വേരിയസ് ഗ്രേഡിംഗ് ഉണ്ട്, സ്റ്റേജിങ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് 3 സ്റ്റേജിങ്ങിൽ പേഷ്യൻ്റ് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഞരമ്പിൽ ഷുഗറിന്റെ ബ്ലീഡിങ്ങോ നീരോ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടോ, പക്ഷെ പേഷ്യൻ്റ് ഒന്നും അറിയൂല. ഓക്കെ, 4ാമത്തെ സ്റ്റേജ് ട്രീറ്റ്മെന്റ് എടുക്കുന്ന സ്റ്റേജിലാണ് അവർ അറിയുന്നത്. പക്ഷെ നമ്മൾ ഈ 3 സ്റ്റേജിൽ ഷുഗർ കൂടുതലാണ് എന്ന് കണ്ടുപറ്റിയാൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഇല്ലാണ്ട് തന്നെ കഴിച്ചിലാവും. അതിന് ഡയബറ്റിക് റെറ്റിനോപ്പത്തി സ്ക്രീനിങ് എല്ലാ 2-3 മാസം കൂടുമ്പോൾ. എത്ര വയസ്സ് കഴിഞ്ഞാൽ? ഷുഗർ ഇപ്പോഴത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് വരെ ഷുഗർ ഉണ്ട്.
അപ്പൊ ഒരു കണ്ണുമായി ബന്ധപ്പെട്ട ഒരു ശരാശരി മനുഷ്യൻ ഏതൊക്കെ ടൈമിലാണ് ഒരു പരിശോധന നടത്തേണ്ടത് ശരിക്കും? അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഷുഗർ വന്ന ഉടനെ, ഡയബറ്റീസ് വന്ന ഉടനെ 3 to 5 yearsന്റെ ഉള്ളിൽ ഒരു ചെക്കപ്പ് ചെയ്യണമെന്നാണ് പറയാ. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങളുടെ ഒരു ഫുഡ് ഹാബിറ്റ്സും കൂടി അനുസരിച്ച് നോക്കുമ്പം ഷുഗർ വന്നാൽ തന്നെ, ബ്ലഡ് ഷുഗർ, ഡയബറ്റീസ് വന്നാൽ തന്നെ ഫസ്റ്റ് ഒരു വർഷത്തിൽ തന്നെ ഒരു ചെക്കപ്പ് ചെയ്യാം. പിന്നെ ചെക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ ഏത് സ്റ്റേജ് ആണ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഒരു 1 year കൂടുമ്പോൾ. ഇല്ലെങ്കിൽ സ്റ്റേജിങ് ഇല്ല, നോർമൽ ആണെന്നുണ്ടെങ്കിലും വർഷത്തിൽ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ സ്റ്റേജിങ് വന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്താൽ തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് ജീവിച്ചു മുന്നോട്ട് പോകാം. അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ അതിന് ജാഗ്രത വേണം. ഡോക്ടർ നിർമ്മൽ, ഈ കുട്ടികളുടെ ഒരു വിഭാഗം കൂടിയാണല്ലോ താങ്കൾ കൈകാര്യം ചെയ്യുന്നത്. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ കണ്ണിന്റെ ഒരു പൂർണ്ണ വളർച്ച എത്രാം വയസ്സിലാണ് പൂർത്തിയാകുക? കണ്ണിന്റെ കാര്യത്തിൽ നമുക്ക് വിഷൻ, അതായത് കുട്ടികളുടെ വിഷൻ, അത് പല ടെസ്റ്റുകൾ അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഒരു തരത്തിലുള്ള ടെസ്റ്റ് പറയുന്നത്, അതായത് കണ്ണിൽ നിന്നുള്ള സിഗ്നൽസ് ബ്രെയിനിലേക്ക് പോകുന്ന അത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, VEP എന്ന് പറയും. അപ്പോൾ ആ ടെസ്റ്റ് പ്രകാരം 6 മാസം ആകുമ്പോഴേക്കും തന്നെ കുട്ടിയുടെ വിഷന്റെ കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് നോർമൽ ആവും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പക്ഷെ കുട്ടികളുടെ കാര്യത്തിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരിക്കലും നമ്മളോട് പറയാൻ പോകുന്നില്ല. എനിക്കിപ്പോൾ വിഷന് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയും എൻ്റെ അടുത്ത് ഇതുവരെ വന്നിട്ടില്ല, പ്രത്യേകിച്ച് ഒരു 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. അപ്പം അവരുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ, ഏത് രീതിക്ക് ആയിക്കോട്ടെ, എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ നമ്മളിത് എപ്പോഴും കണ്ണിൽ ഡ്രോപ്സ് ഒഴിച്ച് ടെസ്റ്റ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുക. ഈ 6 മാസം പ്രായം ഉള്ള ഒരു കുട്ടിക്ക് അങ്ങനെ കണ്ണിന് പ്രശ്നം ഉണ്ടോ ഇല്ലയോ? ഇപ്പം ന്യൂബോൺ ബേബികളൊക്കെ ഇങ്ങനെ വളർന്നു വരുന്ന ഘട്ടത്തിൽ ഒരു കുട്ടിക്ക് കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പേരൻസിന് മനസ്സിലാകാൻ സാധ്യതയുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഈ കോങ്കണ്ണ് അല്ലെങ്കിൽ തെറ്റുകണ്ണാണ്. കാരണം കോങ്കണ്ണ് അല്ലെങ്കിൽ തെറ്റുകണ്ണ് 3 കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ട് വരിക. ഒന്ന്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ കാഴ്ചക്കുറവാണ്. 2, കണ്ണിന്റെ മസിൽസിന്റെ ഒരു വീക്ക്നെസ് കൊണ്ട് വരാം. 3, നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള ആ മസിലിനെ നിയന്ത്രിക്കുന്ന ഞരമ്പിന്റെ പ്രശ്നങ്ങൾ കൊണ്ടും വരാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കോങ്കണ്ണോ അല്ലെങ്കിൽ തെറ്റുകണ്ണോ കാണുമ്പോൾ ഇത്ര പ്രായം വരെ വെയിറ്റ് ചെയ്യരുത്, വേഗം തന്നെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയാനുള്ള മെയിൻ റീസൺ അവരുടെ കാഴ്ചക്കുറവിന്റെ ഒരു ലക്ഷണമായിട്ട് ഈ കോങ്കണ്ണും കാര്യങ്ങളും, ഈ കാഴ്ചയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് ഇതിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്, അല്ലേ? അത് ഈ കോങ്കണ്ണല്ലാതെ വേറെന്തെങ്കിലും ഏറ്റവും ഈസി ആയിട്ട്, ഇപ്പോൾ നമ്മളിപ്പോ ഒരു ജനിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയ കുട്ടിയാണെന്ന് വിചാരിക്കുക, ജനിച്ചു കഴിഞ്ഞ് മാസങ്ങളെ ആയിട്ടുള്ളൂ. നമ്മൾ കഴുത്തുറയ്ക്കുന്നേക്കാളും മുന്നേ നമ്മൾ കാണുന്ന സംഭവം എന്താ? കാഴ്ചയാണ്. അതെ, കുട്ടി മുഖത്ത് നോക്കും, ചിരിക്കും, ടോയ്സ് കാണിച്ചാൽ ഫോളോ ചെയ്യും. അപ്പൊ ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് കറക്റ്റ് ആയിട്ടാണോ പോകുന്നതിന്റെ ഏറ്റവും ഏർലിയസ്റ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് കുട്ടി കണ്ണാണ്. കുട്ടി ടോയ്സ് ഫോളോ ചെയ്യുന്നുണ്ടോ, കുട്ടി മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അതിലൊരു ഡിലേ വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കുട്ടിയുടെ കാഴ്ചക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് സംശയം തോന്നിക്കാൻ. കുട്ടികളുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, ഞാൻ അതിലേക്ക് മടങ്ങാം. അതിനു മുമ്പ് തന്നെ ഒരാൾക്ക് തിമിരമുണ്ട്. തിമിരം എത്ര വയസ്സിൽ വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഒരു നിരീക്ഷണം? ഞാനിപ്പം ഇവിടെ തലശ്ശേരിയിൽ ഇപ്പം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 20 കൊല്ലത്തിലധികമായി. 2 പതിറ്റാണ്ട് മേലെ. അപ്പൊ ആ ഇനീഷ്യൽ സ്റ്റേജിലെല്ലാം ഞാൻ ഇവിടെ കാറ്ററാക്ട് തിമിരം കാണുന്ന ഇവരുടെ ഏജ് ഗ്രൂപ്പ് നോർമലി ഒരു 60ക്ക് മുകളിൽ ആണ്. പക്ഷെ ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ 6 മാസത്തിൽ തന്നെ ഒരു 15 പേരെയെങ്കിലും ഒരു 40-45 വയസ്സിൽ ഇവിടുന്ന് തുടങ്ങി ഉണ്ട്. കുറച്ച് ഏർലിയർ ആയിട്ട് ഇത് ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പേ കോയമ്പത്തൂരായിരുന്നു. ആ സമയത്ത് അവിടെ ഞാൻ കാണലുണ്ടായിരുന്നു 40 വയസ്സിൽ ഫുൾ മെച്ചോ കാറ്ററാക്ടെല്ലാം വരുന്നത്. അപ്പം 2 വ്യത്യാസങ്ങൾ. ഇപ്പം ബാക്കിയുള്ള സ്ഥലങ്ങളും നമ്മുടെ എവിടെയും നമ്മുടെ ഒന്ന് നല്ല പച്ചപ്പുണ്ട്. അപ്പൊ ഈ അൾട്രാവയലറ്റ് രശ്മികളുടെ എല്ലാം കുറെയെല്ലാം ബ്ലോക്ക് ആയിട്ട് വരുന്നത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, കുറെ ഫിഷും ഇതെല്ലാം കഴിക്കുന്നത്. അപ്പം നമ്മുടെ ആൾക്കാർക്ക് കാറ്ററാക്ട് വരുന്നത് കുറച്ചും കൂടി ലേറ്റ് ആയിരുന്നു. പ്രോബബ്ലി ഇപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലെല്ലാം ചേഞ്ച് ചെയ്തത് കൊണ്ടായിരിക്കാം ഇപ്പൊ കുറച്ചും കൂടി നേരത്തെ കാറ്ററാക്ട് വരുന്നുണ്ട്. അപ്പം ഒരു ഏജ് എന്ന് പറയുകയാണെങ്കിൽ നോർമലി ഒരു തിമിരത്തിന്റെ ഏജ് ഗ്രൂപ്പ് ഒരു 60+ ആണ്. ഈ തിമിരത്തിന്റെ ലക്ഷണങ്ങൾ എന്താണ്? ലക്ഷണങ്ങള് കാഴ്ചക്കുറവാണ് ഇതിന്റെ മെയിൻ ലക്ഷണം. കാഴ്ച സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ.
വേദനയല്ല, ചൊറിച്ചിലല്ല, ഒന്നുമല്ല. കാഴ്ചയുടെ അളവ് കുറയുക. ഇപ്പൊ അത്ര ദൂരെ കാണാൻ മുമ്പ് പറ്റുന്ന ഒരാൾക്ക് ഇപ്പൊ ഇവിടം വരെ കാണുന്നുള്ളൂ. നേരത്തെ പത്രം കംഫർട്ടബിൾ ആയിട്ട് വായിക്കാൻ കഴിയുന്ന ഒരാൾക്ക് കണ്ണട വെച്ചിട്ടും ഇത് വായിക്കാൻ പറ്റുന്നില്ല. ഇത് കൂടാതെ ക്വാളിറ്റി ഓഫ് വിഷനിലും വ്യത്യാസം വരാം. ഇപ്പം തിമിരത്തിന്റെ ഗ്രേഡ് പണ്ടെല്ലാം ഫുൾ മെച്ചുവർ ആയിട്ടല്ലായിരുന്നു ഇത് തിമിരം മൂക്കാന്നെല്ലാം പറയും. ഫുൾ മെച്ചുവർ ആയതിനു ശേഷം മാത്രമായിരുന്നു സർജറിക്ക്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഇതിന്റെ സർജിക്കൽ ടെക്നോളജി, സർജിക്കൽ ടെക്നിക്ക്, സർജന്റെ സ്കില്ല് ഇതൊന്നും അത്ര അഡ്വാൻസ്ഡ് ആയിരുന്നില്ല. അപ്പം സർജറിയുടെ റിസൾട്ട് അന്ന് പ്രെഡിക്റ്റബിൾ ആയിരുന്നില്ല. അപ്പൊ കാഴ്ച നന്നായി പോയതിനു ശേഷം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ ഒരു സർജനും ഒരു റിസ്ക് ഇല്ല, പേഷ്യന്റിനും ഒരു റിസ്ക് ഇല്ല, എന്തായാലും കാഴ്ച പോയത്. ഇപ്പം ടെക്നോളജി, സർജൻ സ്കിൽസും ഓൾ ഓവർ കേരള കാറ്ററാക്ട് സർജൻസിന്റെ സ്കില്ല് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇപ്പോഴത്തതില് നമ്മൾ ഒരു സർജറിയിലേക്ക് പോകുന്നതിന് മുമ്പേ ഇത് ഫുൾ ആയോ എന്ന് നോക്കൂല. ഇപ്പൊ ഒരു നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന ഫുള്ള് കാഴ്ച പോകുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ സർജറി ചെയ്യാം. എത്ര ശതമാനം ഈ സർജറി നിങ്ങൾ തീരുമാനിക്കുന്നത് എത്ര ശതമാനം കാഴ്ച കുറയുമ്പോഴേ? ഇതിപ്പം ഒരു ശതമാന കണക്ക് വെച്ചിട്ടല്ല ഇപ്പോഴത്തത്, പേഷ്യന്റിന് ഡിസ്കംഫർട്ട് ഉണ്ടോ എന്നുള്ളത്. ഇപ്പം അളവിൽ നോക്കുമ്പോൾ 100% വിഷൻ ഉണ്ട്, അവർ അവസാനം വരെ വായിക്കുന്നുണ്ട്. നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഡ്രൈവർ ആണെന്ന് വെച്ചു, ഈ തിമിരത്തിന്റെ ഒരു ബാക്ക് ഭാഗമുണ്ട്, പോസ്റ്റീരിയർ സബ് ക്യാപ്സുലർ എന്ന് പറയുന്ന ആ ഏരിയയിൽ തിമിരം വളരെ മിനിമമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ തന്നെയും ലൈറ്റ് നൈറ്റിൽ അടിക്കുമ്പം ഗ്ലെയർ വരും. ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ട് ആ ഒരു മോമെന്റിൽ അവർക്കൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ വരും. അവർക്ക് അപകടമാണ്, ബാക്കിയുള്ളവർക്കും അപകടമാണ്. അത് പക്ഷെ തിരിച്ചറിയണമെങ്കിൽ ഈ പരിശോധനയോടെ തിരിച്ചറിയാൻ പറ്റും. അല്ല, അവർക്കത് ഫീൽ ചെയ്യും. അവർക്കത് ഫീൽ ചെയ്യും. ഈ ഒരു ഗ്ലെയർ ഫീൽ ചെയ്യും. ഗ്ലെയർ ഫീൽ ചെയ്യുമ്പോ അവര് മുൻകരുതൽ അവര് ഇപ്പൊ എല്ലാവരും വളരെ അവെയർ ആണ്. അങ്ങനെയുള്ളത് വരുമ്പോ അവരെടുത്ത് വരുന്നുണ്ട്. താങ്കളിലേക്ക് വരാം. പൃഥ്വി, ഒരു ചോദ്യം. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും ആരോഗ്യം പറയുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ഈ നവമാധ്യമങ്ങളുടെ കാലഘട്ടമാണ്. കണ്ണിന്റെ ഒരു ആരോഗ്യം എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കും? ഉറക്കം, വിഷ്വൽ, വായന, നോട്ടം, വായ്നോട്ടം ഉൾപ്പെടെ എല്ലാത്തിനും എങ്ങനെ പ്രവചിക്കാൻ പറ്റും? ഇപ്പോ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ഡിസീസ് ഉണ്ട്. കണ്ണിന്റെ റെറ്റിനല് നീര് കയറി വരുന്നത് എന്തുകൊണ്ട്? ഉറക്കമില്ലാത്തതുകൊണ്ട്. ഇപ്പൊ ഫിഫ നടക്കുന്നില്ല. എല്ലാ ദിവസവും രാത്രി ഇങ്ങനെ ഇരുന്ന് എല്ലാരും ഫിഫ കണ്ട് രാവിലെ വരുമ്പോ എന്റെ അടുത്താ വരുന്നത്, നീര് കയറിയിട്ട്. ഒരു കണ്ണ് കാണില്ല, ഒരു റൗണ്ട് ആയിട്ട്, ഒരു ബ്ലാക്ക് റൗണ്ട് ആയിട്ട് കാണുന്നു. എന്തുകൊണ്ട്? നെരമ്പ് നോക്കുമ്പോ വലിയൊരു നീര്. എന്താ? ഉറക്കമില്ല. ഈ ഉറക്കവും കാഴ്ചയും തമ്മിൽ, കണ്ണും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഒരു ശരാശരി മനുഷ്യൻ കണ്ണ് ആരോഗ്യമുള്ള ഒരു കണ്ണുണ്ടാകാൻ എത്ര മണിക്കൂർ ഉറങ്ങണം? മിനിമം 7 മണിക്കൂറാണ് ഞാൻ പറയാറ് മനുഷ്യർ ഉറങ്ങണം. പക്ഷെ 7 മണിക്കൂർ പറയുമ്പോ എല്ലാ ദിവസവും ഒരേ നേരം ഉറങ്ങണം. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ സാധ്യമാണ്. അതുകൊണ്ടാണ് ഇത്തരം പേഷ്യൻസ് കൂടി നീരായിട്ട്. നമ്മൾ പഴയ കാലത്ത് സന്ധ്യ ആയി കഴിഞ്ഞാൽ ഉറങ്ങുക എന്നൊരു പ്രക്രിയ ഉണ്ടായിരുന്നു. പുതിയ ജനറേഷൻ 24 hours ലൈവാണ്. ഉറക്കത്തിന് അങ്ങനെ ഒരു ടൈമില്ല, ഭക്ഷണത്തിനൊരു ടൈമില്ല. പണ്ട് രാവിലെ ഇത്ര മണിക്ക് പ്രഭാത ഭക്ഷണം കഴിക്കണം, ഉച്ചക്ക് 1 മണിക്ക് ലഞ്ച് കഴിക്കണം, ഡിന്നർ ഇത്ര മണിക്ക്, വൈകുന്നേരം. ഇത് രാത്രി 2 മണിക്ക് കടകൾ തുറന്ന് ബർഗർ കഴിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് എന്തെല്ലാം രീതിയിൽ പ്രതിസന്ധികൾ? ഇതാണ് ഒന്ന്, കണ്ണിന്റെ ഞരമ്പ് സംബന്ധിച്ച് നോക്കുമ്പോൾ നീര് കയറും, ടയർഡ്നെസ്, കണ്ണിന്റെ ലിഡിന്റെ അവിടെയൊക്കെ ടയർഡ്നെസ് വരും, വേദന വരും, ഹെഡേക്ക് വരും, ഡ്രൈനെസ്, കണ്ണിന്റെ കൃഷ്ണമണിയുടെ ഡ്രൈനെസ് വരും. എന്നിട്ട് കുറെ പ്രശ്നങ്ങൾ ഇങ്ങനെ വരും. അപ്പോൾ ഉറക്കം ഒരു പ്രധാന ഘടകമാണ്. ടൈമിന് ഉറങ്ങിയേ പറ്റും. പക്ഷെ ഇന്നത്തെ ഈ ടെക്കി കാലഘട്ടത്തിൽ എങ്ങനെ നടക്കും? കാരണം നമ്മൾ വർക്ക് ഫ്രം ഹോം ആണ്, US അവർ ജോലി ചെയ്യുന്നത്. അവരുടെ ജോലി പകലായിരിക്കും, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അവർ ഉണർന്നിരിക്കുന്നുണ്ടാവും. അപ്പൊ അതിനെ മറികടക്കാനുള്ള വല്ല വഴിയുണ്ടോ? എന്തായാലും നമുക്ക് കണ്ണിന് ഇത്രയും ബാധിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും നമ്മൾ അത് തട്ടിക്കളയാൻ പാടില്ല. ബോഡിക്ക് റെസ്റ്റ് വേണം. റെസ്റ്റ് കൊടുത്താൽ അടുത്ത ദിവസം പണിക്ക് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ ബോഡി നമുക്ക് പണി തരും. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, അത് ഈ രാത്രി പകല് എന്ന് തിരിച്ച് കാണേണ്ടതുണ്ടോ? രാത്രി ജോലി ചെയ്യുന്നു, കൃത്യമായി പകൽ 8 മണിക്കൂർ ഉറങ്ങിയാൽ പോരെ? 7 മണിക്കൂർ. പക്ഷെ എല്ലാ ദിവസവും അതേ സമയത്ത് അത് നടക്കൂല. ഇപ്പൊ ഷിഫ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്ന കാലമല്ലേ.
അപ്പൊ അതിനെന്തെങ്കിലും റെമഡി ഉണ്ടോ? റെമഡി കണ്ടെത്തണോ? കണ്ടെത്തണം. യെസ്, ഡോക്ടർ നിർമ്മൽ, ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ന് ഈ കുട്ടികൾ ജനിച്ച് വീണ ഉടൻ തന്നെ ഈ സാധനത്തിലേക്ക് പോവാം, മൊബൈലിലേക്ക് പോവാണ് കുട്ടികൾ. അപ്പോൾ അത് കുട്ടികളെ എങ്ങനെ ബാധിക്കും? ചെറിയ മക്കൾ വരെ കയ്യിൽ ഈ സാധനമുള്ളത്, അവർക്ക് ഉറക്കം പോലും ശരിക്ക് മര്യാദക്കില്ല. ഈ മൊബൈൽ ഉപയോഗം കുട്ടികളുടെ കാഴ്ചയെ, കണ്ണിനെ എങ്ങനെ ബാധിക്കും? ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഈ വെക്കേഷൻ ഉണ്ടല്ലോ 2 മാസം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വെക്കേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ തളർന്നത് ഈ ഒരേ കാര്യം പാരന്റ്സ് പറഞ്ഞു കേട്ടിട്ടാണ്. ഒരു പാരന്റ് പോലും എൻ്റെ അടുത്ത് പറയാതിരുന്നിട്ടില്ല, സാർ ഒന്ന് പറയണം മൊബൈലിൽ നോക്കി ഇരിക്കരുത് എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഇനി ഗവൺമെന്റ് ലെവലിൽ ആരെങ്കിലും പോയി കാണണമെന്ന് നടക്കും ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. കാരണം ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 മെയിൻ ഡേഞ്ചറസ് ഫാക്ടേഴ്സ് ആണ് കണ്ണിന്റെ സൈഡിൽ നിന്ന് കുട്ടികളുടെ കാര്യത്തിൽ ഈ മൊബൈൽ നോക്കുന്നതുകൊണ്ട് വരും. എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കാം കുട്ടികൾ? മൊബൈൽ മാത്രമല്ല കേട്ടോ, ഈക്വലി ഡേഞ്ചറസ് ആണ് ടാബും. ഞാൻ മൊബൈലിന് മാത്രം സ്ക്രീൻ ഉദ്ദേശിച്ചാൽ മതി, അത് ടാബ് ആയാലും മൊബൈൽ ആയാലും ടി വി ആയാലും. ടി വി ഒന്നും ഇപ്പൊ ആരും കാണുന്നില്ല. ഏറ്റവും ഡേഞ്ചറസ് മൊബൈലും ടാബ് തന്നെയാണ്. അപ്പൊ ഇതില് ഒന്ന്, ഇവർക്ക് മയോപ്പിയ, നമ്മൾ മലയാളത്തിൽ ഹ്രസ്വ കാഴ്ച എന്ന് പറയുന്നത് വെച്ചാൽ ദൂര കാഴ്ച കുറയുന്ന കണ്ണട വെക്കേണ്ട പോലത്തെ ഒരു പ്രശ്നം വരുന്നത്. മയോപ്പിയ എന്ന് പറയുന്ന ആ പ്രശ്നം ഈ ഫോൺ യൂസ് ചെയ്യുന്ന കുട്ടികളിൽ വളരെ കൂടുതലാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് ഞാൻ കാണുന്നത് ഇവരിൽ പലരിലും പെട്ടെന്ന് കോങ്കണ്ണ് വരും. ഈ സാധനം ഇങ്ങനെ അടുത്ത് പിടിച്ച് നോക്കിയിട്ട് മണിക്കൂറുകൾ ഇരുന്നിട്ട്, മണിക്കൂർ പോലും വേണമെന്നില്ല, ചില കുട്ടികളൊക്കെ രാത്രി കിടന്നിട്ട് ഒരു മണിക്കൂർ നോക്കി കിടന്ന് അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോൾ കോങ്കണ്ണ് വന്ന എത്രയോ കേസസ് ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ കേസിന് ഞാൻ സർജറി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ വെക്കേഷൻ രാത്രി ഇത് കണ്ട് അൺലിമിറ്റഡ് ആയിട്ട് കണ്ട് കിടന്നുറങ്ങി രാവിലെ ആകുമ്പോൾ കോങ്കണ്ണ് വരുന്നത്. അപ്പോ ഇത്രയും ഗൗരവമുണ്ട് ഈ അത്രയും വിഷയത്തിൽ. ഗൗരവമായിട്ടുള്ള പക്ഷേ കാര്യം. മക്കളെ മുഴുവൻ ഇത് കൊടുത്തിട്ടില്ല ഇരുത്തുന്ന ആളുകൾ. അതെന്താ വെച്ചാൽ കുറെയൊക്കെ ഒരു കൺവീനിയൻസ് ആണ്. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരു പ്രശ്നം പറ്റിയത് 2 പാരന്റ്സും മിക്കയിടത്തും വർക്കിംഗ് ആണ്. അല്ല, അതാകെ അത്രയല്ലേ ശതമാനം ഉള്ളൂ. അല്ല, എന്താന്ന് വെച്ചാൽ അത് സ്വാഭാവികമായിട്ടും ഗ്രാൻഡ് പാരന്റ്സിന്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് മക്കളെ നോക്കാനൊക്കെ. ഇപ്പൊ 30 വയസ്സും 25 വയസ്സായിട്ടുള്ള അതേ ആളുടെ ആ ഒരു ഹെൽത്തും എഫേർട്ടും ഒന്നും പ്രായമായിട്ടുള്ളവർക്ക് എടുക്കാൻ പറ്റിക്കോളണമെന്നില്ല. മക്കൾ ഓടിക്കളിക്കുക, അവരെ സേഫ് ആക്കി ഇരുത്താൻ എന്നുള്ളൊരു ഉദ്ദേശത്തിന്റെ പുറത്താണ് പലപ്പോഴും ഇത് അവരെ കയ്യിലെത്തുന്നത്. ഇൻഫാക്ട് ചില സാഹചര്യങ്ങളിൽ കുട്ടിക്ക് എന്തെങ്കിലും ഒരു സർജറി കഴിഞ്ഞു, എന്തെങ്കിലും തീരെ വയ്യായ്മ വന്നു, അപ്പോഴും അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് ഈ സാധനം തന്നെ ഉപയോഗിക്കും. സാധനമാണ് കൊടുക്കുന്നത്. കോങ്കണ്ണല്ലാതെ വേറെ എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട്? കാഴ്ചക്കുറവ് വരാം, കോങ്കണ്ണ് വരാം. കാഴ്ചക്കുറവും കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ കണ്ടിട്ടില്ല, ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഈ കോങ്കണ്ണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവരിൽ ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെത്താനെ മാറും. പക്ഷെ പല കുട്ടികളിലും പെർമനന്റ് ആവും, സർജറി ചെയ്യേണ്ടി വരും. ഇപ്പൊ ഈ വെക്കേഷനിൽ ഞാൻ 4 കുട്ടികൾക്ക് എനിക്ക് സർജറി ചെയ്യേണ്ടി വന്നത് 4 പേരിലും ഫോണ് കണ്ട് കോങ്കണ്ണ്. സ്ക്രീൻ ഉപയോഗം കുട്ടികളെ കോങ്കണ്ണന്മാരാക്കി മാറ്റും. അതെ, ഇതായിട്ട് ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങളാണ്. കണ്ണട വെക്കുന്നത് ചോദിക്കണം, പിരികം പിടക്കുന്നത് ചോദിക്കണം, കണ്ണ് പിടക്കുന്നത് ചോദിക്കണം. ഗ്ലോക്കോമ എന്താണ്? നിശബ്ദമായി കാഴ്ച കവർന്നെടുക്കുന്ന ഒരു രോഗം എന്ന് പറയും. എന്താണ് ഗ്ലോക്കോമ? ഞാൻ അതിന്റെ ബേസിക് ഇത് വളരെ ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞു പോകണം. കണ്ണിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞു, കണ്ണിനുള്ളിൽ ഒരു 11 to 21, 11 മുതൽ 21 മില്ലിമീറ്റർ വരെ ഉള്ള ഒരു മർദ്ദം, പ്രഷർ കണ്ണിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം, അത് ബോളായിട്ട് ഇരിക്കണമെങ്കിൽ. ഈ പ്രഷർ വർദ്ധിക്കുന്നൊരവസ്ഥയിൽ ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം. രാത്രി കിടക്കുമ്പോൾ കൈ തലക്ക് താഴെ വെച്ചിട്ട് കിടക്കാൻ, രാവിലെ എണീക്കുമ്പോൾ ഇത് ഒരു തരിപ്പുണ്ടാവുമല്ലോ. അതേമാതിരി തന്നെ ഈ പ്രഷർ വരുമ്പോൾ ഈ കണ്ണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന ആ ഞരമ്പില് അത് പ്രഷർ വന്നിട്ട് അതിലെ നെർവ് ഫൈബേഴ്സ് പതുക്കെ നഷ്ടപ്പെട്ട് പോകും. കൈ വെക്കുമ്പോൾ കൈക്ക് വേദന വരുമല്ലോ, കണ്ണിന് ഏതൊക്കെ തരത്തിലുള്ള പ്രഷറാണ് വരുന്നത്? ഒന്നും അറിയില്ല. പേഷ്യന്റ് ഈ കാഴ്ച ഫുള്ളായിട്ട് പോകുന്നത് വരെ ഈ ഗ്ലോക്കോമ നമ്മുടെ കണ്ണിലുണ്ട് എന്നും അറിയൂല, ഒന്നും അറിയൂല. ഇത് ലിവർ ഡാമേജ് ആകുന്ന പോലെ അല്ലേ? ലിവർ സിറോസിസ് വരുന്ന ഏകദേശം നല്ല ശതമാനം ഡാമേജ് ആയതിനുശേഷം സിംറ്റം കാണിക്കൂ എന്ന് പറയുന്നു. അല്ല, സ്റ്റിൽ ലിവർ ഇത് ചിലപ്പോൾ നമുക്ക് ട്രീറ്റ് ചെയ്തിട്ട് പഴയ അവസ്ഥയിലേക്ക് കുറച്ച് കൊണ്ടുപോകാൻ പറ്റിയേക്കാം. ഇതിൽ പോയത് പോയി, അത് റിക്കവറി ചെയ്യിക്കാനുള്ള ഒരു പല സ്റ്റഡീസും ഇതെല്ലാം നടത്തി, മെഡിസിൻസ് അത് ഇത് പോയത് പോയി, ബാക്കിയുള്ളത് നിലനിർത്താൻ മാത്രമേ ഗ്ലോക്കോമ. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു 40 വയസ്സെല്ലാം ആകുമ്പോഴാണല്ലോ ആൾക്കാർക്ക് ഒരു റീഡിങ്ങിന് ഗ്ലാസ് എല്ലാം വെക്കേണ്ടി വരിക, ഒരു വെള്ള എഴുത്ത്. ആ സമയത്ത് വെറുതെ എവിടെയെങ്കിലും പോയിട്ട് ഒരു കണ്ണട വെക്കുന്നതിന് പകരം ഒരു
ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചിട്ട് ഫുൾ ചെക്കപ്പ് നടത്താം. ഫുൾ ചെക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണിൻ്റെ നെർവ് നോക്കും, ഞരമ്പ് നോക്കും. ഈ ഒപ്റ്റിക് നെർവ് എന്ന് പറഞ്ഞില്ല, അതിൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ കാണുന്ന ഭാഗത്താണ് ഒപ്റ്റിക് ഡിസ്ക് എന്ന് പറയുന്നത്. അതിന് നോർമലി ഒരു കുഴിയുണ്ട്, ഡിപ്രഷൻ ഉണ്ട്, അതൊരു 30%. അത് ആ ഒരു ഡിപ്രഷൻ നോർമലുള്ള ഒരു ഡിപ്രഷനാണ്, കപ്പിങ് 0.3:1 എന്ന് പറയുക. ഗ്ലോക്കോമ കാര്യമായിട്ട് ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് 0.3-ന് 0.4, 0.5, 0.6 എന്നെല്ലാം ആവും. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ നെർവ് നോക്കുമ്പോൾ 0.3-ന് മാറ്റം വന്നിട്ടുണ്ട്, 0.4-ൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിത് ഗ്ലോക്കോമ ആവാം എന്നുള്ളത്. അത് കൂടാതെ നമ്മൾ കണ്ണിൻ്റെ പ്രഷറും കൂടി ഒന്ന് നോക്കും, ഈ 21-ന് മുകളിൽ ഉണ്ടോ എന്ന് നോക്കും. അപ്പം ഇത് 2 കാര്യങ്ങൾ. ഈ പേഷ്യൻറ്റിന് കാഴ്ചയിൽ അപ്പോഴും ഒന്നും യാതൊരു, അപ്പൊ ഇതിന്റെ ലക്ഷണമില്ലാതെ എങ്ങനെയാണ് നിങ്ങളത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് വിളിക്കുന്നത് സൈലന്റ് തീഫ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. ഒരു ശബ്ദവും ബേളൊന്നും ഉണ്ടാക്കാതെ നമ്മുടെ കാഴ്ചയെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു തിമിരമായി കഴിയുമ്പം പേഷ്യന്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കാഴ്ച കുറയും, അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലെയർ, ഹാലോസ്, ഡിസ്റ്റർബൻസ് ഉണ്ടാവും. തിമിരം പേഷ്യന്റ് അറിഞ്ഞിരിക്കും, ഗ്ലോക്കോമ അറിയില്ല. പരിശോധിച്ചാലേ അത് മനസ്സിലാവും. അത് അപ്പൊ ഈ ഗ്ലോക്കോമയുടെ പരിശോധന ഏത് പ്രായത്തിൽ ഒരു മനുഷ്യൻ നടത്തണം? ഗ്ലോക്കോമ വരാൻ സാധ്യതയുള്ള പ്രായം ഏതാണ്? ഏത് പ്രായം എന്നുള്ളതല്ല, അത് കുറച്ചും കൂടി ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് ഗ്ലോക്കോമ. അപ്പൊ ഒരു ഐഡിയൽ സിറ്റുവേഷൻ ഒരു 40 വയസ്സിൽ പരിശോധിക്കുക. അത് നോർമൽ ഒരാൾ. എൻ്റെ അച്ഛനും അമ്മക്കും എൻ്റെ സിബ്ലിങ്സിനും ആർക്കും എൻ്റെ ഫാമിലിയിൽ ഗ്ലോക്കോമ ഇല്ല, ഞാൻ 40 വയസ്സിൽ പരിശോധിച്ചാൽ മതി. എൻ്റെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഗ്ലോക്കോമ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറെ നേരത്തെ ഗ്ലോക്കോമക്കുള്ള പരിശോധന. ഈ ഷുഗറും ഹാർട്ട് അറ്റാക്കും പോലെ തന്നെ കുടുംബപരമായിട്ടും ഇത് വരാം, അല്ലെ? തിരിച്ചു വരാം. റെറ്റിനയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ലക്ഷണങ്ങൾ, അവഗണിക്കാൻ പാടില്ലാത്ത ലക്ഷണങ്ങൾ, അതുപോലെ ഈ റെറ്റിന വേർപെടൽ, ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെയാണെന്ന് നിർവചിക്കാൻ പറ്റും? റെറ്റിനാന്റെ സിംറ്റംസ് പറയുമ്പോൾ ഒരു വലിയൊരു സിംറ്റമാണ് ഫ്ലോട്ടേഴ്സ് എന്ന് പറയും. ഫ്ലോട്ടേഴ്സ് പറയുമ്പോൾ ഒരു ചെറിയൊരു മുടി പോലത്തെ ഒരു സാധനം ഇങ്ങനെ പറക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. സാധനം അപ്പൊ ചിലപ്പോൾ തട്ടിക്കളയാൻ, പക്ഷെ അത് ഉണ്ടാവില്ല. അതായത് ഉള്ളിലാണ് ഈ വിട്രസ് ഡിറ്റാച്ച്മെന്റ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഇതാണ്. പിന്നെ ഈ ഹൗസ് ഫ്ലൈ അല്ലെങ്കിൽ മസ്കിറ്റോ, ഈ ഉറുമ്പ് പോകുന്നതും ഈ നമുക്ക് ഫീൽ ചെയ്യും. കണ്ണിൽ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ പറക്കുന്ന പോലെ തോന്നും. അപ്പൊ അതൊക്കെ കാണുമ്പോൾ തന്നെ ഓക്കെ, ഒന്ന് പോയി ചെക്ക് ചെയ്തേക്കാം. എന്താ വെച്ചാൽ അത് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് നെക്സ്റ്റ് ലെവലിലേക്ക്, അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഞരമ്പ് കട്ടാവാനുള്ള ചാൻസ് ഉണ്ട്. റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അതാണ് ഈ വേർപെടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സാധനം ഞരമ്പ് ഈ കട്ടായി എന്ത് ചെയ്യും? കട്ടായി കഴിഞ്ഞാൽ അത് 3ാമത്തെ സ്റ്റേജാണ്, ലാസ്റ്റ് സ്റ്റേജ്. ആ സമയത്ത് നമുക്ക് സർജറി മാത്രം ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ മുമ്പ് തന്നെ നമ്മൾ ഇത് ഓക്കെ, ഇങ്ങനത്തെ ഒരു സിംറ്റം ഉണ്ട്, പോയി കണ്ടിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അതിന്റെ ട്രീറ്റ്മെന്റ്, അതായത് ലേസറോ ഇഞ്ചക്ഷനോ ലേസറോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് മുന്നോട്ട് പ്രോഗ്രസ് ആവൂല, റെറ്റിനൽ ഡിറ്റാച്ച്മെന്റിലേക്ക് പോകൂല. അപ്പൊ നേരത്തെ പോയി ഒന്ന് ചെക്ക് ചെയ്താൽ തന്നെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് കൃത്യമായ പരിശോധന, ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം. ഡോക്ടർ നിർമ്മൽ, നമ്മൾ ഈ കുട്ടികൾക്ക് സ്ക്രീൻ ടൈം അതേതും ആകട്ടെ, കുട്ടികൾക്ക് നമുക്കൊരു സ്ക്രീൻ ടൈം നിശ്ചയിക്കാൻ പറ്റും? ഇപ്പൊ 1 വയസ്സിൽ 6 മാസം മുതൽ കുട്ടികൾക്ക് ഈ സാധനം കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സും അതേപോലെ അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സും പറയുന്നത് 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ ടൈം പാടില്ല എന്നാണ്. ഒരു സ്ക്രീൻ ടൈം, അത് മൊബൈൽ ആയാലും ടാബ് ആയാലും TV ആയാലും. കാരണം അത് അവരുടെ കണ്ണിനെ മാത്രമല്ല അവരുടെ ഡെവലപ്മെന്റിനെയും കൂടെ ബാധിക്കുന്നതാണ്. ഇന്ന് നമ്മൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന സംഭവമാണ്, കുട്ടികൾ ഒരു പ്രായം എത്തിയിട്ടും സംസാരിക്കുന്നില്ല, അവർ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആവണോ, ഓട്ടിസം പോലത്തെ കാര്യങ്ങളൊക്കെ കാണിക്കണമെന്നാണ്. അപ്പൊ അതിൽ വലിയൊരു ശതമാനം കുട്ടികൾ 2 വയസ്സിന് മുന്നേ തന്നെ സ്ക്രീനിനോട് കൂടുതൽ ടൈം എക്സ്പോസ്ഡ് ആയിട്ടുള്ളവരാണ്. 2 വയസ്സിന് ശേഷം ഒരു പാരന്റിന്റെയോ അല്ലെ ഒരു ഗാർഡിയന്റെ കൂടെ അവർക്ക് അപ് ടു 1 hour വരെ, പക്ഷെ ഞാൻ ഫോണും ടാബും അല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഞാൻ TV മാത്രമേ പറയുന്നത്. സ്ക്രീൻ എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്താലോ. ഫോണും ടാബും ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. എത്ര വയസ്സ് വരെ? ഒരു പ്രായത്തിലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. അല്ല, ഇന്ന് പഠനം മുഴുവൻ അതിനകത്തല്ലേ. അവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇവർ വാട്സാപ്പിലൂടെ അയക്കുകയാണെങ്കിൽ നമ്മൾ അതൊരു വലിയ സ്ക്രീനിലേക്കോ ഡെസ്ക്ടോപ്പിലേക്കോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്കോ ആക്കാം. പ്രായോഗികമല്ല, അതാ പ്രശ്നം. ഇല്ല, നമ്മളത് ആക്കിയേ പറ്റൂ. കാരണം നമ്മുടെ പ്രശ്നങ്ങൾ ആ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്നത്. നമ്മൾ ഇതിങ്ങനെ വിട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം നമ്മുടെ മക്കള് കണ്ണിന്റെ മാത്രമല്ല അവരുടെ സ്വഭാവത്തിലുള്ള, എൻ്റെ അടുത്ത് പല പാരന്റ്സും പറയാറുണ്ട്, സാറ് പഠിത്തം മുഴുവനും ഫോണിലാണ്, രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെയാണ് പഠിത്തം കഴിയുന്നത്. രാത്രി 2 മണി വരെ 3 മണി വരെ എന്താ പഠിക്കുന്ന ഒരു കുട്ടി? നമ്മൾ ഈ പ്രായമൊക്കെ കഴിഞ്ഞ് വന്ന ആൾക്കാരല്ലേ.
ഉത്തർ നമ്മുടെ പ്രായത്തിലെ സിലബസ് അല്ലല്ലോ. അല്ല അതെല്ലാം ഉണ്ട്, ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ ആസ്വദിച്ച ലോകമല്ല ഇന്നത്തേത്. അതും സമ്മതിക്കണം. അവരുടെ കയ്യിൽ ഈ ലോകം അവരുടെ കയ്യിലാണ്. പണ്ട് നമ്മുടെ കയ്യിൽ ആ ലോകം ഇല്ല. മുതിർന്നവരുടെ കയ്യിലായിരുന്നു നമ്മുടെ ലോകം. അതെ അവരിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ സ്വീകരിച്ചിരുന്നത്. അതെ അതെ ഇന്ന് കുട്ടികളുടെ കയ്യിലാണ് ലോകം. അതെ മുതിർന്നവർ അവരിൽ നിന്ന് സ്വീകരിക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ അതെ. ഈ ചേഞ്ചിനനുസരിച്ച് മാറുക എന്നല്ലാണ്ട് വേറെ വഴിയില്ല. അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് നമുക്ക് ബിഗ്ഗർ സ്ക്രീനിലേക്ക് ആക്കുക എന്നുള്ളതാണ് ഒരു പോം വഴി. ഇവരെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ എൻ്റെ അടുത്ത് പല പാരന്റ്സും നിസ്സഹായരായിട്ട് പറയാറുള്ളതാണ്. എസ്പെഷ്യലി ഗൾഫിലൊക്കെ ഇവർക്ക് ടാബ് വേണം, ടാബും കൊണ്ട് വേണം ഇവർക്ക് ക്ലാസ്സിൽ പോകാൻ. അതേസമയം പല പാശ്ചാത്യ രാജ്യങ്ങളും യൂറോപ്യൻ കൺട്രീസ് റീസെന്റ് എനിക്ക് തോന്നുന്നു സ്വീഡനാന്ന് തോന്നുന്നു അവർ ബാൻ ചെയ്തു സ്മാർട്ട് ക്ലാസ്സസ്. അവർ ക്ലാസ്സിലെല്ലാം ബാൻ ചെയ്ത് കഴിഞ്ഞു. സാധാരണ പോലെ ബോർഡും ചോക്കും പെൻസിലും പേപ്പറും മതിയെന്നാക്കി. അപ്പൊ അങ്ങനെ പല രാജ്യങ്ങളും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഓസ്ട്രേലിയയും ബാൻ ചെയ്തു, സ്വീഡനും ബാൻ ചെയ്തു. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ അവിടെയൊക്കെ ഒരു എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ജനസംഖ്യ കുറവായതുകൊണ്ട് നമുക്ക് ഏത് രീതിയിലും കാര്യങ്ങൾ കൊണ്ടുപോകാം. കേരളം അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള ഇത്ര പോപ്പുലേഷനുള്ള സ്ഥലത്ത് ഇതൊക്കെ എത്രമാത്രം സാധ്യമാകും എന്നൊരു പ്രശ്നമാണ്. ഒരു വിൽ പവറിന്റെ ഇഷ്യൂ അല്ലേ ഉള്ളൂ അത്. നമുക്കൊരു ആണ് വേണ്ടത്. ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ, ഇച്ഛാശക്തിയുള്ള പാരന്റ്സ് ഉണ്ടെങ്കിൽ അത് നടക്കും. ഇപ്പൊ ഒരു മുതിർന്ന പൗരനെ കൊണ്ട് ഡോക്ടറെ അടുത്ത് വരുമ്പം ഒറ്റക്കാരി കാഴ്ചക്കുറവ്, കുട്ടികൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒന്നാണല്ലോ. അപ്പം അവരെയും കൂട്ടിയിട്ടാണല്ലോ നിങ്ങളുടെ അടുത്ത് അതെ വരുന്നത്. അതെ. ഈ വരുന്ന പേരൻസിന്റെ ആശങ്കകൾ, കണ്ണ് സംബന്ധിച്ച് അവരുടെ ധാരണകൾ, തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ് മനസ്സിൽ പതിഞ്ഞിട്ടുള്ളത്? തെറ്റിദ്ധാരണകൾ എന്ന് ശരിയായ പറയുന്നത് ധാരണകൾ എന്ന് അവർക്ക് തോന്നുന്നതും നിങ്ങൾക്കത് തെറ്റാണെന്ന് ബോധ്യപ്പെടുന്നതുമായ കാര്യങ്ങളുണ്ട്. ഒരു സ്ഥിരമായിട്ട് ഞാൻ കേൾക്കാറുള്ള ഒരു സംഭവം ഇതാണ്. അതായത് ഇപ്പോ എന്തെങ്കിലും ഇപ്പൊ കണ്ണട വെക്കേണ്ട ഒരു പ്രശ്നം വന്നു, ഇപ്പൊ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ണട വെക്കേണ്ട ഒരു പ്രശ്നം വന്നു. സാർ ഇത് എന്തെങ്കിലും ഫുഡിലൂടെ നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അത് ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കണ്ണട ചോദ്യമാണ്. വെക്കുന്നതിന് പകരം ഫുഡിലൂടെ അതെ അതെ അതെ. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതുവരെ അങ്ങനെ ഒരു പഠനങ്ങളും വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ മോഡേൺ മെഡിസിനിൽ അങ്ങനെ ഒരു പഠനങ്ങൾ വന്നിട്ടില്ല. നമുക്ക് ഫുഡിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുന്നതോടെ ചിലർ വളരെ ഇമോഷണലി ചോദിക്കാറുണ്ട്, സാർ ഇത്ര ചെറുപ്പത്തിലെ കണ്ണട വെക്കണോ, ഞാൻ ഫുഡ് എന്തെങ്കിലും കൊടുത്തിട്ട് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ബട്ട് എനിക്ക് അതിന് മറുപടി പറയാൻ അതിന് മറുപടി പറയാൻ അതാ കഴിയില്ല. സംബന്ധിച്ച് ഡോക്ടർ ശ്രീനിയോട് ഈ കണ്ണട എന്ന് പറയുന്നത് ഈ അങ്ങനെ ഒരു കുഴപ്പം പിടിച്ച സാധനമാണ്. ഇപ്പം ഇപ്പം ഞാൻ എൻ്റെ കേരളത്തിലെ തന്നെ ഒരു വലിയ പ്രമുഖനായ ഒരു വ്യവസായി, അദ്ദേഹത്തിന് ഒരു 90 വയസ്സുണ്ട്, 85 വയസ്സായിട്ട്. ഞങ്ങളിരിക്കുമ്പോൾ അദ്ദേഹം വളരെ കൂളായിട്ട് പത്രം വായിക്കുന്നു. അപ്പോൾ കാഴ്ചയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സത്യത്തിൽ ഒരു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ലെൻസ് വെച്ചതാണെന്ന്. കണ്ണട ഈ ബാഹ്യമായ കാഴ്ച ഒഴിവാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് ഫിറ്റ് ചെയ്യാൻ പറ്റുക? പ്രോബബ്ലി ഈ പറഞ്ഞിരിക്കുന്ന ആ വ്യക്തിക്ക് ഒരു കാറ്ററാക്ട് സർജറി ചെയ്തിട്ട് കണ്ണിൻ്റെ ഉള്ളിൽ ലെൻസ് വെച്ചിട്ടുണ്ടാവും. കണ്ണിൻ്റെ ഉള്ളിൽ വെക്കുന്ന ലെൻസുകൾ പല വിധമുണ്ട്. ഇപ്പോൾ അവരുടെ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു മൾട്ടിഫോക്കൽ ലെൻസ് ആണ് വെച്ചിരുന്നുണ്ടെങ്കിൽ അവർക്ക് കണ്ണടയില്ലാതെ ദൂരെയും ഇടദൂരവും അടുത്തും എല്ലാം കാണാൻ പറ്റും. ഇത് പ്രോബബ്ലി കണ്ടിട്ടുണ്ടാവും. ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇപ്പോഴത്തെ ഓപ്പോസിഷൻ ലീഡർ പിണറായി വിജയൻ. അപ്പോ അവരുടെ അടുത്തൊരു ചോദ്യമുണ്ട്, നിങ്ങൾ മുമ്പ് കണ്ണട വെച്ചിരിക്കുന്നതായിരുന്നല്ലോ, ഇപ്പം പറഞ്ഞു എൻ്റെ സർജറി കഴിഞ്ഞ ശേഷം എനിക്ക് കണ്ണട. അപ്പം അത് ഇൻ ഓൾ പ്രോബബിലിറ്റി അതില് മൾട്ടിഫോക്കൽ ലെൻസ് കണ്ണിൻ്റെ ഉള്ളിൽ വെച്ചത് കൊണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളതിൽ നമുക്ക് മൾട്ടിഫോക്കൽ ലെൻസ് എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻറ്റിന് ഞാനൊരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് അഡ്വൈസ് ചെയ്യുന്ന ഒരു സംഭവം അല്ല മൾട്ടിഫോക്കൽ. എന്തുകൊണ്ട് മൾട്ടിഫോക്കൽ ലെൻസിന്റെ ഒരു ടെക്നോളജി എന്താ ഇതാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റിന് ഇപ്പൊ ഒരു ട്രൈഫോക്കൽസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒരു 3 സ്പ്ലിറ്റ് ചെയ്യും. ഒരു ഭാഗം ലൈറ്റ് ഒരു 30% എന്ന് പറയാം ദൂരത്തേക്ക് കാണാൻ, ഒരു 30% അടുത്തേക്ക് കാണാൻ, ഒരു 30% ഇത്രയും. അപ്പോൾ അതിൽ കുറച്ച് റിങ്സ് വെച്ചിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഓരോന്നും ഓരോ ഇതിലേക്ക്. അപ്പോൾ അങ്ങനെയുള്ളത് വരുമ്പോൾ വളരെ ആക്റ്റീവായിട്ടുള്ള ഡ്രൈവിംഗ് എല്ലാം ചെയ്യുന്ന ഒരാൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 100 പേർക്ക് സർജറി ചെയ്യാമെങ്കിൽ ഒരു 5 പേർക്കോ 10 പേർക്കോ ആ ലൈറ്റിന് ചുറ്റും വലയം കാണാം, ഹേലോസ് കാണും, ഗ്ലെയർ വരാം. എല്ലാവർക്കും എന്നുള്ളതല്ല. അപ്പം അത് ഒരു ബുദ്ധിമുട്ട്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ മൾട്ടിഫോക്കൽ ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട്
വേണം മുന്നോട്ട് പോകാൻ. വേണം ഒരു ഇതൊരു multifocal. ചെറിയ ചോദ്യം, ഇത് കണ്ണിൽ നിന്ന് വീണു പോകാൻ കൈകൊണ്ട് പെട്ടെന്ന് നമ്മൾ കണ്ണിങ്ങനെ മനുഷ്യരാണല്ലോ, കണ്ണിങ്ങനെ തിരുമുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അന്നേരമൊക്കെ ഒരു അപകടം വരാനുള്ള സാധ്യതയുണ്ട്. ഇല്ല, വൺസ് സർജറി കഴിഞ്ഞിട്ടുണ്ടെന്നല്ലേ ഇപ്പം പറഞ്ഞില്ലേ, കണ്ണിന്റെ നാച്ചുറൽ ലെൻസിന്റെ ക്ലാരിറ്റി പോകുന്ന ഒരു ഒരു സംഭവമാണ് ഈ തിമിരെന്ന് പറയുന്നത്. നമ്മൾ ഈ സർജറി ചെയ്യുന്നത് 2.2 മില്ലിമീറ്റർ, മനസ്സിലായില്ലേ, അത്ര ചെറിയ മുറിവിലെ കൂടി ഇത് ചെയ്തിട്ട് ഈ ലെൻസിനെ നമുക്കൊരു ഒരു ഒരു മുന്തിരിങ്ങ എന്നുള്ള രീതിയിലൊന്ന് കണക്കാക്കാം. അതിനൊരു ഒരു തൊലി ഉണ്ടല്ലോ, ഒരു കവറിങ് ഉണ്ടല്ലോ, അതേമാതിരി ഒരു തൊലി ലെൻസിനുണ്ട്, ക്യാപ്സ്യൂൾ എന്ന് പറയും. അതിൻ്റെ ഫ്രണ്ടിലത്തെ ഭാഗത്ത് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഈ തെളിമ പോയ ഭാഗം മുഴുവൻ നമ്മളൊരു ഫേക്കോ മെഷീൻ ഉപയോഗിച്ചിട്ട് പൊടിച്ച് എടുത്ത് അത് ഫുൾ ക്ലീൻ ഇതെല്ലാം ഈ കണ്ണിന്റെ ഉള്ളിലേ ചെയ്യുന്നത് അല്ലേ? അതെ അത് പൊടിച്ചെടുത്തിട്ട് ഒരു ലെൻസ് മടക്കിയിട്ട് ആ ക്യാപ്സ്യൂളിന്റെ ഉള്ളിലേക്ക് വെക്കുന്നതാണ്. പിന്നെ അത് ഇളകുന്ന ഒരു പ്രശ്നമില്ല. പ്രശ്നമില്ല. പൃഥ്വി, ഇപ്പൊ ചെങ്കണ്ണ്, ചോരക്കണ്ണ്, ഇപ്പൊ കോങ്കണ്ണൊക്കെ നമ്മൾ പറഞ്ഞു, പ്രധാനമായിട്ടും നമ്മൾ എപ്പോഴും കാണുന്ന ചെങ്കണ്ണ്, ചോരക്കണ്ണ്, അതൊക്കെ ശരിക്കും എന്താണ് അതിന്റെ അസുഖം, എന്തായിരിക്കും അതിന്റെ? ഈ ചെങ്കണ്ണ്, ചോര കണ്ണ് എന്നൊക്കെ പറയുമ്പോ ബേസിക്കലി റെഡ്നെസ് ആ. പെട്ടെന്ന് കണ്ടാ പേടിച്ചു പോകും. ആ. അത് ഭയങ്കരമായിട്ട് ചില വില്ലന്മാരുടെ എല്ലാം കണ്ണ് കാണും പോലെ. പല കാരണങ്ങളുണ്ട്. ആ, ഒന്ന് എന്തൊക്കെ നിങ്ങൾ പറഞ്ഞ കാരണം? പോലെ ആ. ഇൻഫെക്ഷന് കാരണം ചെങ്കണ്ണ് എന്തുകൊണ്ടൊക്കെ വരുന്നത്. ഇൻഫെക്ഷൻ വരാം? ബാക്ടീരിയ, വൈറസ്, അങ്ങനത്തെ കുറെ. ഇപ്പോ ഒരു ഇൻഫെക്ഷൻ ഉള്ള ഒരാള് നമ്മൾ തൊട്ട് കൈ കണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ വരുന്നത് ഇൻഫെക്ഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ബാക്ടീരിയ ആണെങ്കിൽ ബാക്ടീരിയയിൽ ആന്റി ബാക്ടീരിയ ഇട്ട് കഴിഞ്ഞാൽ അത് റെഡി. വൈറസ് ആണെങ്കിൽ ആന്റി വൈറസും, അതിന്റെ വൈറലാണെങ്കിൽ പെട്ടെന്ന് അത് മെല്ലെ തന്നെ അത് മാറുകയും ചെയ്യും. മരുന്ന് കഴിച്ചാൽ കുറച്ചുകൂടി ബെറ്റർ സ്പീഡായിട്ട് മാറും. പിന്നെ ഉള്ളത് ഈ നമ്മുടെ ഹാർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു മരുന്നൊക്കെ കഴിക്കും, ബ്ലഡ് കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരിലൊക്കെ ചിലപ്പോൾ എന്താ, ചെറിയൊരു ഇങ്ങനെ റബ്ബ് ചെയ്താൽ തന്നെ ബ്ലീഡിങ് ഇങ്ങനെ ഒഴുകി വരും. അപ്പോൾ അത് കണ്ടാൽ പെട്ടെന്ന് പേടിച്ചു പോകും. പക്ഷെ അതുകൊണ്ട് ഇൻഫെക്ഷൻ അല്ല. അപ്പൊ അത് നമ്മൾ കണ്ടെത്തണം, ഏത് ഇൻഫെക്ഷൻ ആണോ അല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അത് മെല്ലെ തന്നാലെ പോകുന്നതാണ്. അപ്പൊ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ മരുന്ന് എടുത്തു കഴിഞ്ഞാൽ റെഡിയാവും. പിന്നെ വേറൊരു വലിയൊരു പ്രശ്നം, കണ്ണിന്റെ വേദന സഹിതം ഈ റെഡ്നെസ്സും പെയിനും രണ്ടും ഒരുമിച്ച് വരുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കൊറോയിഡ്, യുവിയ എന്നൊക്കെ പറഞ്ഞിട്ട്, അതിന്റെ നീര് കയറുന്നത്, വീക്കം വരുന്നത്, അതാണ് യുവിഐറ്റിസ്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പം അതിനും ഇതുപോലെ ചോപ്പൊക്കെ വരും. പക്ഷെ അതിന് മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കണ്ണിന്റെ കാഴ്ച പോലും പോകാനുള്ള സാധ്യത, നഷ്ടപ്പെടാനും പറയും. പിന്നെ ഹോർണിയ, നമ്മുടെ കൃഷ്ണമണി എന്ന് പറയുന്ന ഗ്ലാസ് പോലെ, അവിടെയൊക്കെ കൃഷ്ണമണിയിൽ ചെറിയൊരു അൾസർ ഒക്കെ വന്നു കഴിഞ്ഞാലും കണ്ണിന്റെ കാഴ്ച പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ട് വരുന്നത്. അപ്പോൾ ഒന്ന് ഇൻഫെക്ഷൻ കാരണം വരാം, ഒന്ന് കണ്ണിന്റെ ഈ കൊറോയിഡ്, യുവിഐറ്റിസ്, നീര്, വീക്കം, അതുപോലെ വരാം. പിന്നെ സബ് കൺജങ്ക്റ്റൈവൽ ഹെമറേജ്, ബ്ലീഡിങ്, ഈ കുറെ ഭയങ്കരമായിട്ട് വയലന്റ് ആയിട്ട് റബ്ബ് ചെയ്താൽ ബ്ലീഡിങ് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. ഇതൊക്കെയാണ് ഓരോരോ കാരണങ്ങൾ. പക്ഷെ നമ്മൾ വിചാരിക്കുക ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഓവർ ദ കൗണ്ടർ പോയിട്ട് ഒരു മരുന്ന് എടുത്ത് ഇട്ടു, ഇല്ല, അത് നടക്കില്ല. പൊതുവെ ആളുകൾ ചെയ്യാറുണ്ട്, നേരെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട്. അതെ, അതൊക്കെ ഐ ഡ്രോപ്സ് വാങ്ങിയിട്ട് ഇട്ട് കുറച്ചുകൂടി കഴിയുമ്പോഴാണ് കാഴ്ചക്ക് ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ നേരെ മറിച്ച് ചുവപ്പുണ്ട്, പോയി കാണിക്കുക, ഇത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, ഈ ഇൻഫെക്ഷൻ ആണോ, ഇൻഫ്ലമേഷൻ ആണോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബ്ലീഡിങ് ആണോ, അത് കണ്ടെത്തിയിട്ട് പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടി കോംപ്ലിക്കേഷൻ അങ്ങോട്ട് ഒഴിവാക്കി കിട്ടും. ഇപ്പൊ ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ എല്ലാ കണ്ണട പീടികളിലും കണ്ണ് പരിശോധിക്കാൻ വേണ്ടി ആളുകൾ ഇരിക്കുകയാണ്. എവിടെ പോയാലും കണ്ണ് പരിശോധിക്കുന്നു, അവർ ഇത് കാഴ്ച നിശ്ചയിക്കുന്നു, അവർ കണ്ണട കൊടുക്കുന്നു. അങ്ങനെ ഒരു കൾച്ചർ ഉണ്ട്. അതിനെ എങ്ങനെ കാണുന്നു? അത് നമ്മൾ സ്വന്തമായിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. വെറുതെ അവിടെ ഇവിടെ പോയിട്ട് കാണിക്കുന്ന അല്ലാണ്ട് ഒരു ഐ ഹോസ്പിറ്റലിൽ പോവുക, ഞങ്ങൾക്ക് ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു സ്ലിറ്റ് ലാമ്പ് വെച്ചിട്ട്, ഒരു ചെറിയ മെഷീൻ ഉണ്ട് സ്ലിറ്റ് ലാമ്പ് പറഞ്ഞിട്ട്, അത് അതിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് എന്താ സംഗതി മനസ്സിലാവും. ആകെ ഹാർഡ്ലി ഒരു 5 to 10 minutes. പിന്നെ മരുന്ന് വെച്ച് ഞരമ്പ് ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഒരു 1 hour കൂടി എടുക്കും. പക്ഷെ ആ ഒരു സമയം ഒന്ന് കണക്കാക്കി നമ്മൾ സ്വന്തമായിട്ട് റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് ഒന്ന് വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, വർഷത്തിൽ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്താലും മതി. നമുക്ക് ഇത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പോലെ ആലോചിച്ചോളൂ. വർഷത്തിൽ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്യുക, ജീവിതകാലം നിങ്ങൾക്ക് അതിന്റെ റിട്ടേൺ. പക്ഷെ ഒരു കാര്യമുണ്ട് ഇതില്, ഇപ്പോഴത് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒപ്റ്റിക്കൽ ഷോപ്സ് എല്ലാം മാനേജ് ചെയ്യുന്നവര് കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആണ്. എന്തെങ്കിലും ഒരു അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം കാണുകയാണെങ്കിൽ
അവർ നിങ്ങളൊരു ഐ ഡോക്ടറെ കാണിക്കാൻ അതിനകത്തൊരു പോകുന്നു ചോദ്യം പറയുന്നു. ഒരു ചോദ്യം. ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന 3 സ്പെഷ്യലൈസ് ചെയ്ത ആളുകളാണ്. ഇതിനകത്ത് ഈ പറഞ്ഞ ഒരു ഡസൻ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഒരു സാധാരണക്കാരൻ കാണേണ്ടത് ഇപ്പം അലോപ്പതിയിൽ പറഞ്ഞാൽ നിങ്ങൾ ഒരു MBBS കാരൻ, ഒരു MBBS കാരൻ, ഒരു MDO പോയി MBBS കാരൻ, പൊതുവെ ഒരു ഫിസിഷ്യനാണ് ആളുകൾ കാണുക എന്ന് പറഞ്ഞ പോലെ കണ്ണുമായി ബന്ധപ്പെട്ട് ജനറലായി കാണേണ്ട ഒരു ഡോക്ടർ ഏത് ലെവലിലുള്ള ആളെയാണ് കാണുന്നത്? See, എല്ലാത്തിനും സ്പെഷ്യലൈസ് ചെയ്ത ആളെ കാണണം ഇല്ല, ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണാം, ഒരു ജനറൽ ഓഫ്തമോളജിസ്റ്റിനെ കാണാം. ഇപ്പം ഡോക്ടർ പൃഥ്വിക്ക് ഈ പറഞ്ഞ മാതിരി ചോദിച്ചിരിക്കുന്നത് റെഡ്നെസിനെ കുറിച്ചാണ്. അതെ, അതൊന്നും തൊടില്ല, റെറ്റിന ഹാൻഡിൽ. പക്ഷേ നമ്മളെല്ലാം എല്ലാം ജനറൽ ആയിട്ട് ഈ കാര്യങ്ങൾ അറിയാം. ആരെ അറിയും. കണ്ടാലും മതി, ആരെ കണ്ടാലും ഒരു ഒരു ഐ ഡോക്ടർ ആവണം. ഐ ഡോക്ടറെ പോയി കാണണം അല്ലെ? ഈ കണ്ണടകൾ വെക്കുന്നത് ഇപ്പൊ കുട്ടികളിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടുവരുന്ന ഇപ്പൊ എല്ലാവരും കണ്ണട വെക്കുന്ന ഒരു കൾച്ചറിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പൊ പല സ്ഥലത്തും അല്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസുകൾ ഉപയോഗിക്കുന്ന ഒരു ട്രെൻഡ് കുട്ടികൾ കാണും. അത് കുട്ടികളെ ബാധിക്കും ശരിക്കും. വെറൈറ്റി കൂളിംഗ് ഗ്ലാസ് അല്ലല്ല, കൂളിംഗ് ഗ്ലാസ് അതിന്റെ ക്വാളിറ്റി ഫുട്പാത്തിൽ നടക്കും അല്ലല്ല, കിട്ടുന്നില്ല. അതിലെന്തെങ്കിലും പവർ ഒന്നും ഇല്ലാതെ അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൂളിംഗ് ഗ്ലാസ് ആണെങ്കിൽ കൂളിംഗ് ഗ്ലാസ് ആക്ച്വലി പ്രൊട്ടക്റ്റീവ് ആണ്. ഇപ്പൊ പുറത്ത് കൂളിംഗ് നമുക്ക് നമ്മുടെ നാട്ടിൽ കൂളിംഗ് ഗ്ലാസ് ഇട്ട് നടക്കുക, അവൻ എന്തെന്നോ സ്റ്റൈലും കളിച്ചോണ്ട്. പക്ഷെ ഒരു കൂളിംഗ് ഗ്ലാസ് പുറത്തെ കൂടി ഇട്ട് നടക്കുമ്പോൾ ആക്ച്വലി UV റേസ് നമ്മുടെ കണ്ണിനെ അത് പ്രൊട്ടക്ട് ചെയ്യാണ്. കൂളിംഗ് ഗ്ലാസ് വെക്കുന്നത് നല്ലതാണ്. പക്ഷെ പൊതുവെ മലയാളികൾ അതങ്ങ് അംഗീകരിച്ചു. നമുക്ക് നമ്മുടെ ഒരു ഇതില് നിർമ്മൽ പറഞ്ഞതിന്റെ ഒരു ഇതായിട്ട് ഈ പറയുന്ന മാതിരി പാരന്റ്സിന് ഈ കണ്ണട വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് കുട്ടിക്ക് ഒരു ക്യാൻസർ വന്ന മാതിരിയാണ്. പക്ഷെ അവരൊന്ന് റിയലൈസ് ചെയ്യേണ്ടത് ആ ഒരു ഏജ് ഗ്രൂപ്പില് കണ്ണട കൃത്യമായിട്ട് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു 8 years 10 years അതിനുള്ളില് കണ്ണട വെക്കേണ്ട കുട്ടികൾ കണ്ണട വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ണ് ഒരു ലേസിയായി എന്നുള്ള അവസ്ഥയിലേക്ക് പോകും എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു ഇതെല്ലാം പോയി പ്രോസസ് ചെയ്യുന്നത് ഇവിടെ ബ്രെയിനിലാണ്. ആ ബ്രെയിനിന്റെ കണ്ണിന്റെ ഭാഗം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈ ഒരു സമയത്ത് കൃത്യമായിട്ടും കണ്ണിന്റെ ഫോക്കസ്, കാഴ്ചയുടെ ഫോക്കസ് അവിടെ കിട്ടിയിരിക്കണം. ലെറ്റ് ഒരു ഇപ്പൊ ഇടത് കണ്ണ് നന്നായിട്ട് കാണുന്നുണ്ട്, വലത് കണ്ണ് കാണുന്നില്ല. അപ്പം എന്ത് സംഭവിക്കും? ഇത് നമ്മുടെ കണ്ണുകൾ രണ്ടും ഒരേ മാതിരിയാണ് പ്രവർത്തിക്കുന്നത്. കൈകൾ മാതിരി ഇപ്പം റൈറ്റ് ഹാൻഡർ ആണെങ്കിൽ റൈറ്റ് ഹെൽത്തി കൂടുതൽ പവറും, ലെഫ്റ്റ് അതില്ല. രണ്ട് കണ്ണും ഒരേ മാതിരി തന്നെയാണ് പോകേണ്ടത്. ഇങ്ങനെ വരുമ്പം ആ കുട്ടി കൂടുതൽ കാണുന്ന കണ്ണ് മാത്രം ഉപയോഗിക്കും, മറ്റേത് വീക്കായിട്ട് ഉറങ്ങിപ്പോകും. അതാണ് ലേസി ആയി എന്നുള്ള രീതിയിലേക്ക് ഇത് വരുന്നത്. ആൻഡ് അതുമല്ല കറക്റ്റായിട്ട് ഇപ്പൊ രണ്ട് കണ്ണിന്റെ വ്യത്യാസം പറഞ്ഞു, അതല്ല കൃത്യമായിട്ട് ഫോക്കസ് രണ്ട് കണ്ണിനും കിട്ടാതെ ഈ ഒരു സമയം കടന്നു കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ കണ്ണട വെച്ചാൽ കുറച്ചൊരു ഇമ്പ്രൂവ് ചെയ്യും, 100% ഇമ്പ്രൂവ്മെന്റിലേക്ക് വരില്ല. അപ്പോ കണ്ണട വെക്കുന്ന അങ്ങനെ വലിയൊരു പാതകമായിട്ട് കാണക്കരുത്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നമ്മൾ ഏറ്റവും കൂടുതൽ മലയാളികൾ കണ്ണുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യം, ഈ കണ്ണിന്റെ പിരികം പിടക്കുക, ഇത് പിടക്കുക, കണ്ണിന്റെ പീളകൾ പിടക്കുക, ഇതൊക്കെ പല രീതിയിലുള്ള കഥകൾ പറയാറുണ്ട്. സത്യത്തിൽ അത് എന്തുകൊണ്ട് എങ്ങനെ പിടക്കുന്ന? അതൊരു ബ്ലിഫറോസ്പാസം എന്നുള്ള രീതിയിൽ വരുന്നതാണ്. അത് കുറേയൊന്നും കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല വരെ. ചിലതിലിപ്പം ഒരു അലർജിയെല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് വരുന്നതെന്നുള്ളതല്ലാതെ കണ്ണിനെ അടക്കുന്ന നെർവ് ഉണ്ട്, ഒരു ഫേഷ്യൽ നെർവ് എന്ന് പറയുന്നത്. അതില് ഒരു അബ്നോർമൽ സ്റ്റിമുലസ് വരുന്നത് അല്ല, ഇവിടെ ഇതിന് ചുറ്റുള്ള ഏതിലൊരു അബ്നോർമൽ സ്റ്റിമുലസ് വരുമ്പോഴാണ് ഈ കണ്ണ് മിടിപ്പ് അധികം വരിക. ഇത് വല്ലപ്പോഴും മിടിപ്പ് വരുന്നത് ഈ പറയുന്ന മാതിരി നല്ലതോ മോശമോ, ചിലർക്ക് ഡിസ്റ്റർബിങ് ആയിട്ട് വരും, ഇങ്ങനെ വരും. അത് കണ്ടത് മാത്രമല്ല, ചിലപ്പം മുഖം ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വരും. അത് ഹെമിഫേഷ്യൽ അപ്പോ അതിന് ഉള്ള ചികിത്സ ഒരു ബോട്ടോക്സ് എന്ന് പറഞ്ഞ ബോട്ടിലിനം ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന അത് ഇതിപ്പം ഈ സൗന്ദര്യവർദ്ധന ഡോക്ടർ നിർമ്മല അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റും. അതെ, ഇല്ല, ഈ ഐലിഡ് ട്വിച്ചസ് എന്ന് പറയുന്നത് അത് വളരെ സാധാരണയായിട്ട് എല്ലാവരും പറയുന്നത്. അതിൽ ഒരെണ്ണം ബിനൈൻ ഐലിഡ് ട്വിച്ചസ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺപോള ഇങ്ങനെ കിടന്ന് പിടയ്ക്കും, നമുക്ക് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നും, പക്ഷെ അത് വലിയ പ്രശ്നമുള്ളൊരു കാര്യമല്ല.
നമ്മളതിന് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യേണ്ടതില്ല. പലതും കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അങ്ങ് തന്നെ മാറും. ഈ ആളുകളൊക്കെ ഈ പൂച്ചക്കണ്ണൊക്കെ കൃത്രിമമായി വെക്കുന്നുണ്ടല്ലോ. നാച്ചുറലായിട്ട് വരുന്നതിന് കണ്ണ് പല കോലത്തിലും പല ഭാഗത്തിലും നമ്മൾ പല വലിയ പ്രൊഫൈലിലൊക്കെ കാണാറുണ്ട്. അതെ അതെ. അതിന്റെ ഒരു ശാസ്ത്രീയ വശം എങ്ങനെയാണ്? അതെല്ലാം നല്ലതാണോ, ഗുണം അത് ചെയ്യുമോ ദോഷമാവോ? ബേസിക്കലി കോൺടാക്ട് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത് ഉം. മിക്കവരും. ആ പൂച്ചക്കണ്ണ് പോലെ വരുത്താൻ വേണ്ടിയിട്ടുള്ള കോൺടാക്ട് ലെൻസസ് ഉണ്ട്. ഇപ്പൊ ഉം. കല്യാണത്തിന്, റിസപ്ഷന്, പെൺകുട്ടികളിലൊക്കെ പലരിലും അതെ, കണ്ടിട്ടുണ്ട്. പല നവവധുക്കളൊക്കെ ഈ പണി എടുക്കാറുണ്ട് കണ്ണിന്റെ നല്ല ഉള്ളിൽ. പരിചയമുള്ള പക്ഷെ അത് ആളൊക്കെ ചെയ്യുന്നത് ബ്യൂട്ടീഷ്യന്മാരാണ് പലപ്പോഴും. ആ കോൺടാക്ട് ലെൻസിന്റെ യൂസേജ് അറിയാവുന്ന വ്യക്തിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അതിന്റെ ഹൈജീനും കാര്യങ്ങളൊക്കെ ചെയ്ത് പക്ഷെ കണ്ണിലല്ലേ കൊടുക്കാവുന്നതാണ്. പണിയുന്നത്, അത് പക്ഷെ എത്രമാത്രം എന്നാലും സേഫ് ആവും? അത് അറ്റ്ലീസ്റ്റ് ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐയെ കുറിച്ച് ഒരു ഐഡിയ ഉള്ള വ്യക്തി ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഉം. എന്നാണ് അഭിപ്രായം. നമുക്ക് സമയം തീരുകയാണ്. ഈ നമുക്ക് പൊതുസമൂഹത്തോട് താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കണ്ണുമായി ബന്ധപ്പെട്ട് നൽകാവുന്ന ഒരു ഉപദേശം എന്താണ്? ഇത്രയും പ്രധാനപ്പെട്ട ഒരു അവയവമാണല്ലോ, അതിനെക്കുറിച്ച് കൊടുക്കാവുന്ന ഒരു ഉപദേശം പറയുന്നത്. എനിക്ക് ആസ് എ പീഡിയാട്രിക് ഒഫ്താൽമോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഉം. ഇപ്പൊ എനിക്ക് ഒരു ഒറ്റ അഡ്വൈസ് എല്ലാ പാരന്റിനും കൊടുക്കാനുള്ളൂ: ഉം. കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കരുത്. ഉം. 10 പ്രാവശ്യം ചോദിച്ചാലും ഈ 10 ചോദ്യത്തിനും ഞാൻ ഈ ഒരേ മറുപടി ആയിരിക്കും പറയുക. കാരണം കൊടുക്കരുത്. ഞാനിപ്പോ അത്രയും പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങി. ഞങ്ങൾ ഈ ഫീൽഡിലുള്ളവര് ഇത് എങ്ങനെ ഇത് കർട്ടൈൽ ചെയ്യാം എന്നുള്ളത് ഞങ്ങൾ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലെത്തി. ഒരൊറ്റ കാര്യം എനിക്ക് എല്ലാ പാരന്റ്സിനോടും, ഗ്രാൻഡ് പാരന്റ്സിനോടും, കുട്ടികളുമായിട്ട് ഡീൽ ചെയ്യുന്നവരോടും പറയാനുള്ളത്: ദൈവത്തെ ഓർത്ത് ദയവ് ചെയ്ത് അവർക്ക് മൊബൈൽ ഫോൺ കളിക്കാൻ കൊടുക്കരുത്. മൊബൈൽ ഫോൺ കൊടുത്താൽ ഒന്നും ഇല്ലെങ്കിൽ അവർ കോങ്കണ്ണന്മാരാവും, അല്ലെങ്കിൽ അവർ ഭാവിയിൽ അവരെ കാഴ്ച ഇത് ബാധിക്കും. അതെ, ഉറപ്പാണ്. ഉറപ്പാണ്. പക്ഷെ നടക്കാത്ത സ്വപ്നമാണ് ഡോക്ടർ നിർമ്മൽ പറയുന്നത്. ഇല്ല, താങ്കളുടെ ഞാൻ റെഡിയാണ് അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാൻ, ഫൈറ്റ് ചെയ്യാൻ ഏതറ്റം വരെ. നിയമം കൊണ്ടുവരണമെന്നാണ് താങ്കൾ പറയുന്നത്. എനിക്കിത് ഗവൺമെന്റ് ലെവലിൽ ആരെങ്കിലും കേൾക്കണുണ്ടെങ്കിൽ ഒരു ഗവൺമെന്റ് ലെവലിൽ ഇതിന് എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം. ഉം. എങ്ങനെയാണ് അത് ചെയ്യാന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഒന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ ഇപ്പോഴത്തെ ഒരു പാരന്റിങ് സ്റ്റൈലില് കുട്ടികളെ കൂടുതൽ സമയം പിടിച്ച് കൂടെ നിർത്താനുള്ള ഒരു ടെൻഡൻസിയാണ്. 4 വയസ്സ് മിണ്ടാതിരിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സാധനമായി ഇത് മാറി. കുട്ടി ഇറങ്ങാതെ അവിടെ ഇരുന്നോളൂ. ഇവര് പുറത്തിറങ്ങി കളിച്ചാൽ എന്തെങ്കിലും അപകടം അപകടം വരുമോ എന്ന് വരും. വിചാരിച്ചിട്ട് അതെ, വീട്ടിനുള്ളിൽ അതെ, ഇരുത്തുന്നത്. അതാണ് വീട്ടിനുള്ളിൽ ഇരുത്താൻ. 4 വയസ്സായിട്ടും സ്കൂളിൽ ചേർക്കണില്ല പലപ്പോഴും. 3 വയസ്സിൽ നമ്മൾ അംഗൻവാടി തുടങ്ങുന്നത് എന്തിനാ? 4 വയസ്സിൽ LKG ഉണ്ടെങ്കിൽ. കാരണം അവരുടെ സോഷ്യൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഇന്ററാക്ഷൻ ഇതെല്ലാം കൂട്ടുന്നത് അതാണ്. എല്ലാം മൊബൈലിലേക്ക് ചുരുങ്ങുക, എല്ലാം മൊബൈലിലേക്ക് മാറിയേ പറ്റൂ. മാറിയേ Yes. പറ്റൂ. താങ്കളുടെ എക്സ്പീരിയൻസ് വെച്ച് താങ്കളുടെ മേഖലയിൽ നമുക്ക് പൊതുസമൂഹത്തിന് കൊടുക്കാവുന്ന ക്യാപ്സ്യൂൾ ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ. ഒരു 40 വയസ്സ് ആയ ഒരാള് തീർച്ചയായിട്ടും ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചിട്ട് കണ്ണ് പരിശോധിച്ചിരിക്കണം. Yes. താങ്കളുടെ നിർദ്ദേശം? എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എല്ലാവരും കുട്ടികളാണെങ്കിലും ഏജ് ഒരു മാറ്റർ അല്ല, വർഷത്തിൽ ഒറ്റൊരു പ്രാവശ്യം കണ്ണിന്റെ ചെക്കപ്പ് ചെയ്യും. ചികിത്സ ചെക്കപ്പ് ഒരു നടത്തണം, just കണ്ണ് check- പരിശോധിക്കും. ജസ്റ്റ് ഒരു പരിശോധിക്കുക. ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പോലെ ജീവിതകാലം നിങ്ങൾ റിഗ്രറ്റ് ചെയ്യൂല. കണ്ണിന് ഒരു പ്രശ്നം വരൂല. വർഷത്തിൽ ഒരു തവണ പ്രാവശ്യം, പരിശോധന. ഒരു തവണ. യെസ്, നേരയുടെ സമയം തീരുകയാണ്. 3 പേരും പറഞ്ഞ 3 നിർദ്ദേശങ്ങൾ, കൃത്യമായ പരിശോധന കണ്ണിന്റെ കാര്യത്തിൽ നടക്കണം. പിന്നെ ഡോക്ടർ നിർമ്മൽ പറഞ്ഞത് നമ്മുടെ ഭാവി തലമുറ നാടിന് ഒരു വലിയ സമ്പത്താണല്ലോ. ആ സമ്പത്ത് കോങ്കണ്ണന്മാരും കാഴ്ചയില്ലാത്തവരുമായി മാറാതിരിക്കാൻ മൊബൈൽ ഫോണിനോട് ഗുഡ് ബൈ പറയണമെന്നാണ് പറയുന്നത്. വലിയ സ്ക്രീനിലേക്ക് മാറട്ടെ. പഠിക്കാനുള്ളത് അതൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ മക്കളെയല്ലേ. അപ്പോൾ ആ മക്കൾ വളർന്നു വരുമ്പോൾ കോങ്കണ്ണന്മാരും കാഴ്ചയില്ലാത്തവരുമായി മാറാതിരിക്കാൻ ജാഗ്രത പുലർത്തുക. കൃത്യമായ ഇടവേളകളിൽ നിങ്ങളുടെ കണ്ണിനെക്കുറിച്ച് നിങ്ങളൊന്ന് അറിയാൻ ശ്രമിക്കുക. പ്രേക്ഷകർക്കും ഒപ്പം പങ്കെടുത്ത 3 പേർക്കും നന്ദി, നമസ്കാരം.